അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. പീസ് റേഡിയോ തൽബിയ ബലിപെരുന്നാൾ പ്രത്യേക പരിപാടികൾ തുടരുകയാണ്. നമ്മൾ ഈയൊരു തൽബിയയുടെ ഭാഗമായി വ്യത്യസ്തങ്ങളായ പ്രോഗ്രാമുകൾ ഇതിനോടകം പീസ് റേഡിയോയിൽ പ്രക്ഷേപണം ചെയ്തു കഴിഞ്ഞു. അതെ. ഇനി ഈദ് എവ്രിവെയർ, ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിൽ നിന്നുള്ള പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കപ്പെടുന്ന ഒരു പ്രോഗ്രാമിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ഒരു പ്രോഗ്രാമിൽ ഞാൻ മുബീൻ കൊടിയത്തൂർ, കൂടെയുള്ളത് ഞാൻ ജസീൽ കൊടിയത്തൂർ. ഇന്ന് നമ്മുടെ അതിഥി സ്പെയിനിൽ നിന്നാണ്. മാഷാ അല്ലാ. സ്പെയിനിലെ വലൻസിയ ഫുട്ബോൾ ക്ലബ്ബ് എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാകും. അതെ. അപ്പോൾ സ്പെയിനിൽ നിന്നും സഹോദരൻ അസീം കയാണ് നമ്മോടൊപ്പം ചേരുന്നത്. അസീം ക, അസ്സലാമു അലൈക്കും. അത് അസീംക്കൊന്ന് പരിചയപ്പെടുത്തിയിട്ട് ആരംഭിക്കാം. എന്റെ സ്ഥലം മലപ്പുറം കോട്ടക്കൽ ഒതുക്കുങ്ങൽ പഞ്ചായത്താ. അപ്പോ ഇവിടെ സ്പെയിനിലെത്തിയിട്ട് 2 വർഷം കഴിഞ്ഞു. മുമ്പ് ഇതേ സ്ഥാപനത്തിന്റെ തന്നെ മറ്റു പല കൺട്രികളിലായിരുന്നു. ആഫ്രിക്കയിലും ലെബനനിലും ഇറാഖും കുവൈറ്റിലും ഒക്കെ ആയിരുന്നു മുമ്പ്. അപ്പോ ജോലി എന്തായിരുന്നു? എന്റേത് ടെലികമ്മ്യൂണിക്കേഷൻസിന്റെ ഫീൽഡിലാണ്, ടെലികോം ഓഫീസർ. ഈ പോലീസ് റേഡിയോ, സാറ്റലൈറ്റ് എയർ സ്റ്റേഷൻ, ടെലിഫോൺ എക്സ്ചേഞ്ചുകള്, അങ്ങനത്തെ ഒരു ഫീൽഡിലാണ്, ടെക്നിക്കൽ ഫീൽഡാ. ഓക്കെ, യുണൈറ്റഡ് നേഷൻസിന്റെ കീഴിലുള്ള സ്ഥാപനം അല്ലേ? യുണൈറ്റഡ് നേഷൻസിന് ഒരുപാട് ഓപ്പറേഷൻസ് ഉണ്ടായത്. നമ്മുടേത് പീസ് കീപ്പിംഗ് ആണ്, സമാധാന സേന എന്ന് പറയും. ഈ കോൺഫ്ലിക്റ്റിംഗ് ബോർഡർ ഉണ്ടല്ലോ, ഇറാഖ് കുവൈറ്റ് ബോർഡർ, ലെബനൻ ഇസ്രായേൽ ബോർഡർ, അങ്ങനത്തെ സ്ഥലങ്ങളൊക്കെ ആയിരുന്നു ജോലി ചെയ്തിട്ടുള്ളത്. പീസ് കീപ്പർ എന്നാണ്, പീസ് കീപ്പേഴ്സ്. ഓക്കെ, അപ്പോൾ ഇതിനോടകം എത്ര രാജ്യങ്ങളിൽ ഇപ്പോൾ ജോലി ചെയ്തിട്ടുണ്ടാകും? ഏകദേശം ഒരു ജോലിയായിട്ട് തന്നെ ഒരു 6-7 രാജ്യങ്ങളായി. അല്ലാതെ മറ്റു ട്രെയിനിങ്ങിനും മറ്റു കാര്യങ്ങൾക്ക് വിസിറ്റ് ചെയ്ത് ഒരു 20ന്റെ മുകളിൽ രാജ്യങ്ങളിൽ പോകേണ്ടി വന്നു. മാഷാ അല്ലാ. അപ്പൊ ജോലി കയറിയ ആദ്യം പുറത്ത് ജോലി കിട്ടിയ രാജ്യം ഏതായിരുന്നു? ഫസ്റ്റില് നാട്ടിൽ നിന്ന് വിട്ടു കഴിഞ്ഞാല് പിന്നെ മെയിനായിട്ട് ജോലി ചെയ്തത് കുവൈറ്റിലാണ്. കുവൈറ്റ് ഇറാഖ് ബോർഡറിലാണ് ഞാൻ UN കയറുന്നത്. അതിന് മുന്നേ പ്രൈവറ്റ് കമ്പനിയിൽ അവിടെ തന്നെ ഉണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ ആണ് ആദ്യമായിട്ട് UN കയറുന്നത്. ഇപ്പോൾ ഒരു പിന്നെ ഇങ്ങനത്തെയുള്ള പീസ് കീപ്പിംഗ് മിഷൻ്റെ ഭാഗമായിട്ടുള്ള സ്ഥലങ്ങളിലാണ് അപ്പോൾ കാര്യമായിട്ട് ജോലി ചെയ്യുന്നത് അല്ലേ? മുമ്പ് കോങ്കോയിലായിരുന്ന സമയത്ത് പീസ് റേഡിയോ റമദാൻ അക്രോസ് ദി വേൾഡിൽ വന്നിരുന്നു എന്ന് തോന്നുന്നു അല്ലേ? കോങ്കോയിലല്ല, ഞാൻ എൻറ്റെബെ, യുഗാണ്ടയുടെ ഒരു സിറ്റിയിലായിരുന്നു ഞാൻ. പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് വ്യത്യസ്ത രാജ്യങ്ങളിലെ പെരുന്നാൾ അനുഭവങ്ങൾ പങ്കുവെക്കുന്ന ഈദ് എവരിവെയർ പുതിയ ഒരു അനുഭവങ്ങൾ അവർക്കും കൂടി കിട്ടുകയാണ്. അതെ. നിങ്ങളെ പെരുന്നാൾ അനുഭവങ്ങൾ എങ്ങനെ ഉണ്ടായിരുന്നു? ഇപ്പൊ 2ാമത്തെ പെരുന്നാളാണ് അവിടെ. അനുഭവങ്ങളായിട്ട് പറയാനുള്ളത്, പിന്നെ വാലൻസിയ എന്ന് പറഞ്ഞാൽ സ്പെയിൻ്റെ ഒരു സദേൺ സിറ്റിയാണ്. ഇവിടെ ഈ മൊറോക്കോയുടെ അടുത്തായതുകൊണ്ട് ധാരാളം മുസ്ലിം പോപ്പുലേഷൻ ഉള്ള ഒരു സ്ഥലമാണ്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഗൂഗിൾ ചെയ്താൽ ഇത് കാണാം. ഏകദേശം 20ലേറെ പള്ളികൾ വാലൻസിയ സിറ്റിയിലുണ്ട്. മാഷാ അല്ലാ. അത് തന്നെ റെക്കഗ്നൈസ്ഡ് ആയിട്ട് ശരിക്ക് പിന്നെ ഗവൺമെന്റ് രജിസ്റ്റേർഡ് അതിനുള്ള ബോർഡൊക്കെ വെച്ച് ഗൂഗിളിലൊക്കെ ലൊക്കേഷൻ ഇട്ട പള്ളികളാണ്. അതല്ലാതെയും ഉള്ള പള്ളികൾ ഉണ്ടെന്ന് കേട്ടിട്ടുണ്ട്, ഞാൻ കണ്ടിട്ടില്ല. അപ്പൊ 20ലേറെ എന്ന് പറയാം താരതമ്യേന. ഓക്കെ, പിന്നെ ഞങ്ങൾ നിൽക്കുന്നത് ആദ്യം വാലൻസിയ സിറ്റിയിലായിരുന്നു. ഇപ്പൊ കുറച്ച് ദൂരെ പുസോൾ എന്ന് പറയുന്ന ലേശം ഒരു ദൂരെയുള്ള സ്ഥലത്താണ്. കാരണം കുട്ടികളുടെ സ്കൂൾ ഇവിടെയാണ്, ഒരു ബ്രിട്ടീഷ് സ്കൂളാണ്. അപ്പൊ അതിന്റെ അടുത്തുള്ള സ്ഥലത്താണ് ഞങ്ങൾ താമസിക്കുന്നത്. അപ്പൊ അവിടെ അധികം പള്ളികളില്ല. അത് ഒരു വാലൻസിയ സിറ്റിയിൽ നിന്ന് ഒരു 30 മിനിറ്റ് ഡ്രൈവ് ഉണ്ട് ഇങ്ങോട്ട്. ഇവിടെ ഒരു മൊറോക്കൻ പള്ളിയാണുള്ളത്. അതൊരു പിന്നെ വലിയൊരു പള്ളിയാണ്. അതൊരു ഫാക്ടറി ബിൽഡിംഗ് എടുത്തിട്ട് അവർ പള്ളിയായിട്ട് കൺവേർട്ട് ചെയ്തതാണ്. അപ്പോൾ ഒരു 1000 പേർക്കൊക്കെ കൂളായിട്ട് നിസ്കരിക്കാവുന്ന സ്പേസ് ഗ്രൗണ്ട് ഫ്ലോറിൽ തന്നെ ഉണ്ട്, മുകളിലും അത്രയുണ്ട്. ഓക്കെ, അപ്പോൾ ഒരു വലിയ പള്ളി സൗകര്യമാണ്. അപ്പോൾ ഈ പ്രാവശ്യത്തെ പെരുന്നാൾ എങ്ങനെയായിരുന്നു? ഈദ്ഗാഹോ അതോ പള്ളിയോ എങ്ങനെയായിരുന്നു? ഈദ് നമസ്കാരം ഇതുവരെ ഞാൻ ഇവിടെ കണ്ടിട്ടുള്ള എല്ലായിടത്തും കണ്ടിട്ടുള്ളതും പള്ളിക്കകത്താണ്, പുറത്ത് കണ്ടിട്ടില്ല. കാരണം പബ്ലിക് ഗാദറിങ്സ് കുറവാണ് മുസ്ലിങ്ങളെ. മറ്റ് റിലീജിയൻസും തന്നെ അങ്ങനെ പബ്ലിക്കായിട്ടല്ല, എല്ലാം അവരുടെ ചർച്ചിനകത്തും അവരുടെ കോമ്പൗണ്ടിനകത്താണ് സാധാരണ ഇതൊക്കെ നടക്കാറ്. പിന്നെ ഈ ഫുട്ബോൾ ഗ്രൗണ്ട് പോലെ ഏതെങ്കിലും പ്ലേ കോർട്ടൊക്കെ എടുത്തിട്ട് വേണമെങ്കിൽ നടത്താമായിരിക്കാം. പക്ഷെ അതൊക്കെ ഫണ്ടിങ് ഒക്കെ വേണ്ടി വരുന്നതായതുകൊണ്ട് ആൾക്കാർ അങ്ങനെ നിൽക്കില്ല. സാധാരണ പള്ളിക്കകത്ത് തന്നെയാണ് ഈ ഈദ് നമസ്കാരങ്ങൾ ചെയ്യുന്നത്. വലിയ പെരുന്നാളിന് ഉദ്ഹിയത്തും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് അവിടെ? ഉദ്ഹിയത്ത് സാധാരണ വ്യാപകമായിട്ട് നാട്ടിൽ ചെയ്യുന്നത് പോലെ സംഘടനകൾ സംഘടിച്ച് കളക്ട് ചെയ്ത് പിന്നെ പബ്ലിക്കായിട്ടും പ്രൈവറ്റ് ആയിട്ടും ഒക്കെ ഉള്ള ഉദ്ഹിയത്ത് രീതി ഇവിടെ അധികം കാണുന്നില്ല. ഇവിടെ ഉദ്ഹിയത്ത് ചെയ്യേണ്ടവര് ഇവിടെ മീറ്റ് ഷോപ്പ്, ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുക ചെയ്യുക. ഈ പിന്നെ സ്ലോട്ടർ ഹൗസുകളിലാണ് ഇത് ചെയ്യുക ശരിക്കും. അപ്പൊ നമ്മളെ പേര് ഒരാഴ്ച മുന്നേ അല്ലെങ്കിൽ 4 ദിവസം മുന്നേ നമ്മൾ പേര് കൊടുക്കണം. നമ്മൾ പേര് അവർ എഴുതിയെടുക്കും. പൈസയുടെ അഡ്വാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അവർ ഈ സ്ലോട്ടർ ഹൗസുകാരെടുത്ത് ഏൽപ്പിക്കും. അവിടുന്ന് നമ്മളെ പേരിൽ ഈ മൊറോക്കോക്കാർ അവിടെ വർക്ക് ചെയ്യുന്ന സ്റ്റാഫ് ഉണ്ട്.
അവര് നമ്മളെ പേരിൽ ആ സ്ലോട്ടർ ചെയ്ത് അതിനെല്ലാം ക്ലീൻ ചെയ്ത് ആ മീറ്റ് ഈ കടയിൽ കൊണ്ടുപോയി കൊടുക്കും. മൊത്തത്തിൽ ഒരു ആടിനെ മൊത്തത്തിൽ എന്നിട്ട് അവിടെ നമ്മൾ എടുത്തുകൊണ്ട് വരിക ചെയ്യും. അതാണ് ഇവിടുത്തെ ഉദുഹിയത്ത് രീതി. ഓക്കെ, മാഷാ അല്ലാ. അപ്പോൾ അവിടെ വലൻസിയ എന്നുള്ളത് ധാരാളം മുസ്ലിം പള്ളികളൊക്കെ ഉള്ളൊരു സ്ഥലമാണെന്ന് പറഞ്ഞു. മൊറോക്കോയുടെ അടുത്തുള്ള ഒരു സ്ഥലമായതുകൊണ്ട് തന്നെ അല്ലേ? അവിടെ മൊത്തത്തിൽ ഒരു മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ വ്യത്യസ്തങ്ങളായ പ്രവർത്തനങ്ങളും കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? ഇവിടുത്തെ ഈദ് മുസ്ലിം ആക്ടിവിറ്റികൾ അധികവും പള്ളിക്കകത്ത് ഒതുങ്ങി നിന്നുകൊണ്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ വെള്ളിയാഴ്ച നിസ്കാരമുണ്ട്, എല്ലാ നേരവും 5 നേരം നിസ്കാരം പള്ളിയിൽ നടക്കുന്നുണ്ട്. പെരുന്നാളിന് പിന്നെ റമദാനിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, ക്ലാസ്സുകളുണ്ട്, ഇഫ്താർ പ്രോഗ്രാംസ് ഒക്കെ സംഘടിപ്പിക്കുന്നുണ്ട്. എല്ലാം പള്ളിക്കകത്താണ്. അത് നല്ല രീതിയിൽ തന്നെ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ട് മൊറോക്കൻ ഫുഡ് ഒക്കെ സെർവ് ചെയ്ത് നല്ല രീതിയിൽ കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. പിന്നെ അതിന്റെ പുറമെ മദ്രസ ഒരു ആഴ്ചയിൽ 2 ക്ലാസ് വെച്ച് കുട്ടികൾക്ക് ഒരു ആഫ്റ്റർനൂണ് ഒരു 2 മണിക്കൂർന്ന് കൂട്ടാം. ഡെയിലി അല്ല, വീക്കിലി 2 days മദ്രസ ക്ലാസ് കൊടുക്കുന്നുണ്ട്. അവർ ആ പള്ളിയുടെ കൂടെ തന്നെ അതിന്റെ മുകളിലത്തെ നല്ല സ്ത്രീകൾക്കുള്ള ഏരിയയിൽ പാർട്ടീഷൻ ചെയ്ത് ക്ലാസ് റൂമുകളൊക്കെ ഉണ്ടാക്കി 3 ക്ലാസ് റൂമുകൾ റെഗുലർ ആയിട്ട് നടക്കുന്നുണ്ട്. ഈ ക്ലാസ്സൊക്കെ ഇംഗ്ലീഷിലാണോ അതോ അവിടുത്തെ ഭാഷയിലാണോ? ഇവര് സ്പാനിഷിലുമാണ്. കുട്ടികൾ അധികം ഈ സ്കൂളിൽ പഠിച്ച് ഇവിടുന്ന് സ്പാനിഷ് സ്പീക്കേഴ്സ് ആണ് അധികം. മൊറോക്കൻ കുട്ടികളാണെങ്കിലും മൊറോക്കൻസും ഉണ്ട്, 10 പാകിസ്ഥാനികളും ഒക്കെ ഉണ്ട്, അൾജീരിയൻസ് ഒക്കെ ഉണ്ട്. എന്നാലും ജനറലി അതാണ് സ്പാനിഷ്, ഒറിജിനൽ സ്പാനിഷ് ആയിട്ടുള്ള മുസ്ലിങ്ങളെ കുറച്ചു പേരെ ഞാൻ കണ്ടിട്ടുള്ളൂ. ഒക്കെ ഈ പുറത്തുനിന്ന് വന്നവർ അധികം ഉള്ളത്. അപ്പൊ അവരുടെ മദർ ടങ്ങിലാണ് കൂടുതൽ പഠിപ്പിക്കുന്നത്. അറബിക് ആൻഡ് പിന്നെ സ്പാനിഷ്, ഈ 2 ലാംഗ്വേജിലാണ് ക്ലാസ്സുകൾ നടക്കുന്നത്. സ്പെയിനിനൊരു വലിയ മുസ്ലിം പാരമ്പര്യം പറയാനുണ്ടല്ലോ. ഇടക്കാലത്ത് അതെല്ലാം നഷ്ടപ്പെട്ടു പോയെങ്കിലും അതിൻ്റെ ശേഷിപ്പുകൾ എന്തെങ്കിലും ഇപ്പോൾ നിങ്ങൾ താമസിക്കുന്ന ആ ഒരു പ്രദേശങ്ങളിൽ കാണാൻ സാധിച്ചിട്ടുണ്ടോ? ഇപ്പൊ ഞാൻ നിൽക്കുന്ന സ്ഥലത്ത് പിന്നെ നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോഴൊക്കെ ചില നമ്മളെ മുസ്ലിം പള്ളീന്റെ ഷേപ്പിലുള്ള പള്ളികൾ കാണാം. പക്ഷെ അത് പറയുന്നത് പണ്ടൊക്കെ മുസ്ലിം പള്ളി ആയിരുന്നത് ഇവർ പിടിച്ചെടുത്ത കാലത്ത് കൺവേർട്ട് ചെയ്തതാണ് എന്ന് കേട്ടിട്ടുണ്ട്. പിന്നെ കൊർത്തൂബ എന്നൊരു സ്ഥലം നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അത് കുറച്ച് ദൂരെയാണ്. ഇവിടെ ബാലൻസ് ചെയ്യുന്ന ഒരു 6 മണിക്കൂർ ഡ്രൈവ് ഉണ്ട്. എനിക്ക് പോകാൻ പറ്റില്ല, ഒരിക്കൽ പോയി പ്രശ്നം പറ്റി തിരിച്ചു വന്നു. വണ്ടിയുടെ ടയറൊക്കെ പഞ്ചറായി, വീക്കെൻഡ് ആയിരുന്നു, ഫിക്സ് ചെയ്യാനൊന്നും പറ്റാതെ കുറച്ച് ഇടങ്ങാറായി. അങ്ങനെയൊക്കെ ട്രിപ്പ് കംപ്ലീറ്റ് ആയാലും ഇനി പോകണമെന്ന് ഇൻഷാ അല്ലാ. അത് വലിയൊരു പള്ളിയാണ് കൊർത്തൂബയിലുള്ള. അതും ഒരു മുസ്ലിം പള്ളിയല്ല, ഇപ്പൊ ഒരു ചർച്ചാണ് ശരിക്കും. അതിന്റെ ഒരു ചെറിയ ചർച്ചിന്റെ ചില ആക്ടിവിറ്റി ഒക്കെ നടക്കുന്നത്. മുസ്ലിങ്ങളായാലും പോയാൽ അവിടെ ഒക്കെ മാറി നിന്ന് നിസ്കരിച്ചിട്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷെ അതിന് പള്ളി എന്നുള്ള പേരിലല്ല അത് അറിയപ്പെടുന്നത്. ഒരു കത്തീഡ്രൽ എന്നൊക്കെയുള്ള പേരിലാണ് അത് സംഭവം. കുർത്തുബ പള്ളിയാണത്. അപ്പോ പറഞ്ഞു കേട്ടിട്ടുള്ളത് മദീനത്തെ പള്ളി ഉണ്ടാക്കിയത് ഈ കുർത്തുബ പള്ളിയുടെ മാതൃകയിലാണ് എന്ന് കേട്ടിട്ടുണ്ട്. ഒരുപാട് സ്പേഷ്യസ് ആണ്, ഗൂഗിളിൽ കാണാൻ അതിന്റെ വലിപ്പം, റിയലി സ്പേഷ്യസ്. അവിടുത്തെ ഒരു ജനങ്ങളുടെ മൊത്തത്തിലുള്ളൊരു റിലീജിയസ് ആക്ടിവിറ്റീസ് അതുപോലെ തന്നെ കൾച്ചറൽ ആക്ടിവിറ്റീസ് ഒന്ന് ചെറുതായിട്ടൊന്ന് വിശദീകരിക്കാൻ കഴിയുമോ? സ്പാനിഷ് മുസ്ലിംസ് ആയിട്ടുള്ള വളരെ കുറവാണ്. ഞാനിപ്പോ ജോലി ചെയ്യുന്നതിന് അടുത്തുള്ള ഒരു പള്ളിയിൽ ഒരാള് സ്പാനിഷ് ഒരു ഇമാമുണ്ട്. സ്പെയിൻകാരൻ തന്നെ ഇമാമായിട്ട് നിൽക്കുന്ന ഒരു പള്ളി എനിക്കറിയാം. പക്ഷെ എങ്കിലും സ്പാനിഷ് മുസ്ലിംസിനെ നമ്മൾ വളരെ കുറച്ചേ കാണുന്നുള്ളൂ ജനറലി. അതെന്തുകൊണ്ടെന്നാണ് അത് അറിയില്ല. പക്ഷെ ശരിക്കും അന്നത്തെ എമിഗ്രൻസ് ആയിട്ട് വന്ന ആളുകൾ മെയിൻലി പാകിസ്ഥാനീസ്, സം ഇന്ത്യൻസ്, അൾജീരിയൻസ് ആൻഡ് പിന്നെ ഇവര് മൊറോക്കൻസ്, ഇതാണ് കൂടുതൽ. കുറച്ച് ആഫ്രിക്കക്കാരുണ്ട്, ഈ മറ്റേ ദക്കാറിൽ നിന്ന്, മാലി, ബമാക്കോ, അങ്ങനെ ഈ ആഫ്രിക്കൻ കൺട്രികളിൽ വന്ന കുറച്ച് പേര്, അതുകൊണ്ട് മുസ്ലിങ്ങൾ. അങ്ങനെയാണ് ഇവിടുത്തെ മുസ്ലിം പോപ്പുലേഷൻ ജനറലി. അപ്പൊ അവർക്കുണ്ടാകുന്ന കുട്ടികൾ കുറെ പേരൊക്കെ ഇവിടുന്ന് തന്നെ കല്യാണം കഴിച്ച് കൂടുന്നവരുണ്ട്. അങ്ങനെയൊക്കെ ആയിട്ട് ഇവിടെ സ്പാനിഷ് ആണ് അവരെ സംസാര ഭാഷയായിട്ട് വരിക. പിന്നെ അവരുടെ മദർ ടങ് ആയിട്ടുള്ള അതുണ്ടാവും. അതെ, അങ്ങനെയൊക്കെയാണ് അവരുടെ ഒരു കമ്മ്യൂണിറ്റി ലൈഫ് ഇവിടെ. റിലീജിയസ് ആക്ടിവിറ്റി ബേസ് ചെയ്തൊക്കെ ഉള്ള ക്ലാസ്സുകളും കാര്യങ്ങളൊക്കെ നടക്കും. പറഞ്ഞോളൂ. ഇപ്പൊ പെരുന്നാള് ഒക്കെ കഴിഞ്ഞ് ഇപ്പോഴത്തെ സമയം എത്രയാണ് ഇപ്പൊ അവിടെ? ഇപ്പൊ ഏകദേശം ഇവിടെ ഒരു 11 മണിയാവണം, 10:45. ഓക്കെ. ഈ ഒരു പെരുന്നാളിന്റെ ഭാഗമായിട്ടുള്ള എന്തൊക്കെയാണ് ഇപ്പം അവിടുത്തെ നിങ്ങളെ ആരൊക്കെയാണ് വീട്ടിലുള്ളത്? വീട്ടില് വൈഫ്, 3 കുട്ടികൾ. അവരിവിടെ സ്കൂളിൽ പഠിക്കുന്നു, ബ്രിട്ടീഷ് സ്കൂളിൽ പഠിക്കുന്നു. ഇപ്പൊ വെക്കേഷൻ ആവാൻ തുടങ്ങി. ഇവിടെ ഇപ്പൊ ജൂണിൽ അവസാനത്തിലെ പൂട്ടുക. അപ്പൊ നാട്ടിൽ വരുമ്പോ നാട്ടിലെല്ലാവരും സ്കൂൾ തുറന്നിട്ടുണ്ടാവും. അതാണ് ശരി. അപ്പൊ അവിടെ ഈ സമയത്തുള്ള കാലാവസ്ഥ എങ്ങനെയാണ്? ഇപ്പൊ ചൂടായി തുടങ്ങി. ഇതുവരെ തണുപ്പായി, നമ്മൾ ജാക്കറ്റൊക്കെ ഇട്ട് നടക്കാനേ പറ്റുള്ളൂ. ഇപ്പൊ ഞാനിപ്പോ ഒന്നൊക്കെ ടീഷർട്ട് ഇട്ടിട്ടുള്ളത്, കാരണം ഇന്നിപ്പം തണുപ്പില്ലാത്ത ദിവസം. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് വലിയ തണുപ്പില്ല. ഓക്കെ. ഈ ചൂടാകുമ്പോ നല്ല ചൂട് ആണ്, അങ്ങനത്തെ അവസ്ഥ ഉണ്ടോ? അതെ അതെ, ചൂടാവുമ്പോ ഇപ്പോഴല്ല, ഇനി ഒരു മാസം കൊണ്ട് നല്ല ചൂടാവും. അപ്പൊ നമ്മൾ AC ഒക്കെ ഇടേണ്ടി വരും രാത്രി ഉറങ്ങാനൊക്കെ. നല്ല ചൂടാണ്. കാരണം ഇവിടെ മാത്രം, ഓൾ ഓവർ സ്പെയിനിലെ യൂറോപ്പിന് അങ്ങനെയല്ല. ഇത് വാലൻസിയ എന്ന് പറഞ്ഞാൽ സദേൺ സൈഡാണ്, ഈ മറ്റേ യൂറോപ്പിന്റെ സൗത്ത് ഭാഗം, മൊറോക്കോ, ഈ ആഫ്രിക്കൻ കോണ്ടിനെന്റിനോട് കൂടി ചേർന്ന് നിൽക്കുന്ന ഭാഗമാണ്. അപ്പൊ ഇവിടെ ചൂട് കുറച്ച് കൂടുതലാണ് ഇവിടെ. പക്ഷെ കുറച്ചുകൂടി നോർത്തിലേക്ക് പോയാൽ കാലാവസ്ഥ വ്യത്യസ്തമാണ്.
ഈ റമദാനും പെരുന്നാളൊക്കെ ആകുമ്പം മലയാളി കൂട്ടായ്മകൾ എന്തെങ്കിലും ഒരുമിച്ച് കൂട്ടണം അങ്ങനെ എന്തെങ്കിലും പ്രോഗ്രാമുകൾ നടക്കലുണ്ടോ? ഞാൻ പറയാൻ വന്നത് മലയാളി കൂട്ടായ്മ, മലയാളി സമാജം ഒക്കെ ഒന്ന് കേട്ടിട്ടുണ്ട്. പക്ഷെ അതല്ലാതെ മുസ്ലിം മലയാളി കമ്മ്യൂണിറ്റി വളരെ വീക്കാണ്, വളരെ കുറവാണ് ഇവിടെ. പിന്നെ നമ്മൾ പലയിടത്തു നിന്നുള്ള സ്റ്റുഡൻസ് ഒക്കെ ഇവിടെ സ്റ്റുഡൻസ് ആയിട്ട് വന്ന ആളുകളൊക്കെ കൂടിയിട്ട് ഒരു ഖുറാൻ ക്ലാസ് ഒക്കെ ഫോം ചെയ്തിട്ടുണ്ട്. അതില് ഇപ്പൊ നമ്മളൊരു 10-15 പേര് എല്ലാ ആഴ്ചയും ആക്റ്റീവായിട്ടൊക്കെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നത്. അത് പലയിടത്തുള്ളതാണ്. യുകെയിലുള്ളവരും പിന്നെ പല കൺട്രികളിലെ ചെക്കോസ്ലോവാക്യയിലുള്ളവരും ഒക്കെ പല കൺട്രിയിലുള്ളവരൊക്കെ കൂടിയിട്ട് ഒരു ക്ലാസ് നടത്തുന്നുണ്ട്. ഓൺലൈൻ ക്ലാസ്, നേരിട്ട് കണ്ടിട്ട് ഓൺലൈൻ ക്ലാസ്. ഓൺലൈൻ ക്ലാസ് ഉള്ളൂ. വ്യാപകമായിട്ട് 1-to-1 ഇന്ററാക്ട് ചെയ്യാൻ പറ്റിയ രീതിയിലുള്ള ഒരു അത്രത്തോളം ഒരു ഗാദറിംഗ് ഇവിടെ ഇല്ല. ഇത്രയും ആൾക്കാർ എണ്ണം കുറവാണ് അവിടെ, വളരെ കുറച്ചുള്ളൂ. ഓക്കെ, ഇൻഷാല്ലാ. അത്യാവശ്യം ഒന്നുമില്ല മുസ്ലിം സംഘടനകൾ പ്രത്യേകിച്ച്. ഓക്കെ, അവിടെ പൊതുവിൽ ഇപ്പോൾ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ അല്ലെങ്കിൽ നമ്മൾ പെരുന്നാൾ, നോമ്പ്, നമ്മുടേതായ ഒരു ഇസ്ലാമിൻ്റെതായ ചിഹ്നങ്ങൾ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ പുലർത്തി ജീവിക്കുമ്പോൾ മറ്റു മതസ്ഥർക്ക് നമ്മളോടുള്ള ഒരു കാഴ്ചപ്പാട് എങ്ങനെയാണ്? ജനറലി എല്ലാവരും അവനവന്റെ സൗകര്യത്തിന് ജീവിക്കുന്നു എന്നുള്ളൂ. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാനോ ഒന്നും ചെയ്യില്ല. പല ഫാഷനിൽ നടക്കേണ്ടവർ അങ്ങനെ നടക്കുന്നു. പിന്നെ ഹിജാബ് ധരിച്ച് കവർ ചെയ്ത് താടി വെച്ച് നടക്കുന്നവരൊക്കെ അങ്ങനെ നടക്കുന്നു എന്നല്ലാതെ ആരും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർഫിയർ ചെയ്യുന്ന ഒരു രീതിയല്ല. എല്ലാം ഒരു മ്യൂച്വൽ റെസ്പെക്റ്റിൽ അങ്ങനെ പോവാണ്. ആർക്കും അത് കുഴപ്പമുള്ള കാര്യമല്ല. ഇഫ് യു വാണ്ട് പ്രാക്ടീസ്, ഒരേ ഫാമിലിയിൽ തന്നെ പ്രാക്ടീസ് ചെയ്യുന്ന മുസ്ലിങ്ങളുണ്ടാവും, പ്രാക്ടീസ് ചെയ്യാത്തവരും മുസ്ലിം പേരിൽ ആ വീട്ടിൽ തന്നെ ഉണ്ടാവും. എല്ലാം അങ്ങനെ ഒരുമിച്ച് അങ്ങനെ പോകുന്നല്ലാതെ കാര്യമായിട്ടൊരു ഇന്റർഫിയറിങ് ഇല്ലാത്ത രീതിയിലാണ് പോകുന്നത് ജനറലി. അവിടെ ഈ ഫുട്ബോൾ ഭ്രാന്ത് നിങ്ങൾക്ക് അവിടെ കാണാൻ സാധിച്ചിട്ടുണ്ടോ? വലൻസിയ എന്ന് പറയുമ്പോൾ നമ്മളെ മനസ്സിലേക്ക് ആദ്യം വരുന്നത് ഫുട്ബോൾ ക്ലബ്ബാണ്, അതുകൊണ്ട് ചോദിച്ചതാ. അതെ. ഞാൻ വന്ന സമയത്ത് ഇവിടെ യൂറോ കപ്പിന്റെ ഒരു ഫൈനൽ നടക്കുന്ന സമയമാണ്. അന്നൊക്കെ സ്ട്രീറ്റിലൊക്കെ ഭയങ്കര ആരവായിരിക്കും. പ്രത്യേകിച്ച് ഈ ഫുട്ബോൾ ഗ്രൗണ്ടുകൾ ഉണ്ടല്ലോ, അതിനോട് അറ്റാച്ച് ചെയ്തിട്ട് ഒരു ചെറിയ കഫറ്റേരിയ, ഒരു ടി വി ഒക്കെ വെച്ച് മറ്റുള്ളവർക്ക് വന്ന് കാണാനും കൂടിയുള്ള സൗകര്യമൊക്കെ പബ്ലിക്കായിട്ട് അറേഞ്ച് ചെയ്യും. അപ്പൊ അവിടെയൊക്കെ ഭയങ്കര ആൾക്കാർ ഈ മറ്റേ വിസിലും മറ്റേ ബ്യൂഗിളും മറ്റേ ചെണ്ടയൊക്കെ കൊണ്ടുവന്ന് കൊട്ടിപ്പാടി ഭയങ്കര ഒരു ഗോളൊക്കെ അടിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറെ നേരത്തെ ബഹളായിരുന്നു. അങ്ങനെ അവിടെ അപ്പോൾ അസീംക്ക് ഒരു ഫുട്ബോൾ പിന്നെ ഭ്രാന്ത് കുറച്ച് കൂടിയിട്ടുണ്ടോ വലൻസിയയിലെത്തിയപ്പോൾ? ഇല്ല, നമ്മൾ ജോലിക്കാര്യത്തിലും മറ്റിങ്ങനെ പല കാര്യത്തിലായിട്ട് ബിസിയാണ്, അധികം ഇറങ്ങിയിട്ടില്ല. പിന്നെ കുട്ടികൾക്ക് ഇവിടെ ട്രെയിനിങ് ഉണ്ടായിരുന്നു, പക്ഷെ അവർക്ക് കൂടുതൽ ഇൻട്രസ്റ്റ് ബാസ്കറ്റ് ബോളും സ്വിമ്മിങ്ങിലും ഒക്കെയാണ്. അപ്പൊ അവർ ഫുട്ബോളിലൊക്കെ വല്ലാതെ പോയിട്ടില്ല. അതാണ് വിഷയം. നിങ്ങൾ പെരുന്നാൾ കൂടുമ്പം കുടുംബക്കാരൊക്കെ ഇങ്ങനെ വീഡിയോ കോളൊക്കെ വിളിച്ച് സന്തോഷം പങ്കിടലായിരിക്കും അല്ലേ പെരുന്നാൾ? ഫോട്ടോ വീഡിയോ ഒക്കെ വിടും, എല്ലായിടത്തും അറിയിക്കും ഇങ്ങനെയൊക്കെയാണെന്നുള്ള ഗ്രീറ്റിംഗ്സ് ഒക്കെ അയക്കുക. അങ്ങനെയൊക്കെ ആയിട്ടുള്ള ഇതേ ഉള്ളൂ. പിന്നെ ഡിസ്റ്റന്റ് ആയിട്ട് ജീവിക്കുമ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടല്ലോ എല്ലാവർക്കും. ഈ പെരുന്നാളിന് എന്താണ് ഇപ്പൊ അവിടെ വിഭവം? എന്താണ്? ബിരിയാണി കാര്യങ്ങളൊക്കെ ഉണ്ടാക്കുക. ഇന്നിപ്പോ കുട്ടികൾക്ക് പിന്നെ കുറച്ചൊരു സ്പെഷ്യൽ എന്തെങ്കിലും വേണമെന്ന് പറഞ്ഞാൽ ഒരു പിസ്സ ഉണ്ടാക്കാൻ പറഞ്ഞിട്ടുണ്ട് വൈഫ്. അതിന്റെ പണി നടന്നുകൊടുക്കാത്ത. ഓക്കെ, അവിടെ ഉണ്ടാക്കണം. ആടിനെ വാങ്ങിക്കാൻ പോകാണ്ട്, അവിടെ കടയിൽ ഏൽപ്പിച്ചിട്ടുണ്ട്. അപ്പൊ അത് കൊണ്ടുവരുമ്പോ അതിനെ പള്ളിയിലൊക്കെ കൊടുക്കാനായിട്ട് ഒരു സെറ്റപ്പ് അത് ഉണ്ടാക്കണം. ചോറും ഇതൊക്കെ ആയിട്ട് കുക്ക് ചെയ്ത് കൊടുക്കാനുള്ള പരിപാടിയിലാണ്. നമ്മൾ ഈ ബുച്ചർ ഷോപ്പിൽ ഏൽപ്പിക്കുമെന്ന് പറഞ്ഞല്ലോ നമുക്ക് അറുക്കാനുള്ള കന്നിനെ. അപ്പോൾ അതിൻ്റെ ഒരു ഭാഗം നമുക്ക് കിട്ടും, ബാക്കിയുള്ളത് അവരെവിടെങ്കിലും വിതരണം ചെയ്യുക അല്ലെങ്കിൽ നമ്മൾ വാങ്ങിയിട്ട് വിതരണം ചെയ്യുക? എങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി? എങ്ങനെയാണ്? നോർമലി അവരതിൽ ഇടപെടൂല. അവർ നമുക്ക് ഇറച്ചിയായിട്ട് തരും. എങ്ങനെ പീസാക്കണം, ചെറുതായിട്ടോ വലുതായിട്ടോ ഒക്കെ കട്ട് ചെയ്ത് തല വേണമെങ്കിൽ തലയൊക്കെ പീസാക്കി എല്ലാം പീസാക്കി തരുള്ളൂ. അപ്പൊ നമ്മൾ അവിടെ തന്നെ പാക്ക് ചെയ്ത് ഓരോ കിലോ 2 കിലോ ഒക്കെ പാക്ക് ചെയ്തോ എങ്ങനെയാ വെച്ചാൽ നമ്മളെ സൗകര്യം നമ്മൾ വീട്ടിൽ കൊണ്ടുവരാം. പിന്നെ നമ്മളെ സൗകര്യം ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ പുതിയ ആൾക്കാർ, തീരെ ഇവിടെ പരിചയമൊന്നും ഇല്ലാത്ത ആൾക്കാർ കടക്കാരുടെ അടുത്ത് പറഞ്ഞു എനിക്ക് മിസ്കിങ്ങളൊന്നും അറിയില്ല, ഞങ്ങൾ കൊടുക്കുമെന്ന് വെച്ചാൽ അവർ ആരെങ്കിലും കണ്ടുപിടിച്ച് അവർ പള്ളി വഴിയൊക്കെ കൊടുത്തു തരും. അത്രേ ഉള്ളൂ. നമ്മളെടുക്കണം, നമ്മൾ അതിന് ഓണർഷിപ്പ് എടുത്ത് നമ്മൾ തന്നെ ചെയ്യണം. കൂടാൻ സംഘടനകളൊന്നും അങ്ങനെ സംഘടിതമായിട്ടൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. നിങ്ങൾ പിന്നെ 10 രാജ്യങ്ങൾ ഇപ്പോൾ പറഞ്ഞല്ലോ, ഈ എത്ര കൂടുമ്പോഴാണ് നിങ്ങൾ ഈ സ്ഥലം മാറ്റം കിട്ടലാണോ അതോ എങ്ങനെയാണ് ഇതിൻ്റെ രാജ്യങ്ങൾ മാറുന്നത്? എങ്ങനെയാണ് നിങ്ങൾ ചൂസ് ചെയ്യലാണോ? ജനറലി UN-ന്റെ അല്ലെങ്കിൽ എംബസികൾക്കൊക്കെ ഒരു 5 years കഴിയുമ്പോൾ മാറണമെന്നാണ് റൂള്. പക്ഷെ നമ്മുടേത് അങ്ങനെയല്ല. നമ്മൾ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ ആവുമ്പോൾ അതിന്റെ മിഷൻ ലൈഫ് അനുസരിച്ചാണ് ബാക്കിയൊക്കെ. ഇപ്പൊ ഞാൻ ഫോർ എക്സാമ്പിൾ ലെബനാനിൽ നിന്നപ്പോൾ 9 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ആഫ്രിക്കൻ മിഷനിൽ മാലിയിൽ 6 കൊല്ലം വർക്ക് ചെയ്തിട്ടുണ്ട്. അതിന് മുമ്പ് മറ്റൊരു ആഫ്രിക്കൻ മിഷനിൽ 2 വർഷം, കുവൈറ്റ് ഇറാഖ് ബോർഡറിൽ 3 വർഷം, കുവൈറ്റിനകത്ത് യുനാമി എന്ന് പറഞ്ഞ ഇറാഖിന് വേണ്ടി ഉണ്ടാക്കിയ കുവൈറ്റിനകത്ത് ഓപ്പറേറ്റ് ചെയ്യുന്ന മിഷൻ ഉണ്ടായിരുന്നു, അതിന് 3 വർഷം. അങ്ങനെ പലയിടത്തും പല രീതിയിലാണ്. ഇപ്പൊ സ്പെയിനിലെത്തി 2 വർഷം, ഇനി ഇവിടെ എത്ര വർഷം നിൽക്കുന്ന അറിയില്ല. സ്പെയിനിൽ തന്നെ എന്റെ പോലെ തന്നെ ഇന്റർനാഷണൽ സ്റ്റാഫായിട്ട് ഇവിടെ ഒരു 15 വർഷമൊക്കെ ക്രോസ് ചെയ്തവരൊക്കെ ഉണ്ട്. അപ്പോൾ ഒരു ഫിക്സഡ് ഡ്യൂറേഷൻ അതിനകത്തില്ല. അതായത് ജോലി സംബന്ധമായിട്ട് എങ്ങനെയാണ്, എവിടെയാണ് വേക്കൻസി വരുന്നത്, എവിടെയാണ് ഏത് മിഷനാണ് ക്ലോസ് ചെയ്യുന്നത്, അതിനൊക്കെ അനുസരിച്ചാണ് ഇതിന്റെ ആളുകളുടെ മൂവ്മെന്റ് സാധാരണ വരും. പിന്നെ പ്രൊമോഷനും അനുസരിച്ച്. നിങ്ങൾ ഈ ജോലിയിലെ അനുഭവങ്ങൾ വെച്ചിട്ടേ
നമ്മുടെ നാട്ടിലുള്ള മറ്റുള്ള ആളുകൾക്ക് നിങ്ങൾ ഈ ജോലിയെ പ്രൊമോട്ട് ചെയ്യുമോ? അങ്ങനെ ഇങ്ങനത്തെ ഒരു ഫീൽഡിലേക്ക് ആളുകളെ പ്രേരിപ്പിക്കാൻ? ഒരു വ്യക്തികൾക്ക് അനുസരിച്ചാണ്. എന്നെ സംബന്ധിച്ച് ഇൻട്രസ്റ്റിംഗ് ആണ്. പല രാജ്യങ്ങൾ കാണാൻ, പലയിടത്ത് പോകാൻ, കുറച്ച് ബെറ്റർ സാലറി കിട്ടും ഒക്കെ ഉണ്ട്. പക്ഷെ അതേ സ്ഥാനത്ത് റിസ്ക്കും ഉണ്ട് ഇതിനകത്ത് ഒരുപാട്. പിന്നെ ഈ പീസ് കീപ്പിംഗ് ഓപ്പറേഷൻ എന്ന് പറഞ്ഞാൽ വാർ സോണുകളാണ്. അപ്പോൾ അതുപോലെ ചിലയിടത്തൊന്നും മെഡിക്കൽ ട്രീറ്റ്മെന്റ്സും ഹോസ്പിറ്റൽസും ഒന്നും ഉണ്ടാവില്ല കാര്യമായിട്ട്. ഇപ്പൊ ഞാൻ ചെല്ലുമ്പോൾ മാലിയിലെ മിഷനിൽ ഞാൻ ചെല്ലുമ്പോൾ തന്നെ അത് ഏകദേശം ഒരു 15,000 ആളുകൾ, പട്ടാളവും പോലീസും ഒക്കെ അടക്കം 15,000 സ്ട്രെങ്ത് ഉള്ള ഒരു മിഷനായിരുന്നു അത്. അവർ ഞാൻ ചെല്ലുന്ന സമയത്തിന് 175 മരണങ്ങൾ അവിടെ നടന്നിട്ടുണ്ട്. സ്റ്റാഫ്, ഈ മിലിറ്ററിയും ഇതൊക്കെ. ഞാൻ അവിടുന്ന് മിഷൻ പിന്നെ ഒരു 6 വർഷം കഴിഞ്ഞ് ക്ലോസ് ചെയ്യുമ്പോഴാണ് ഞാൻ വരുന്നത്. ആ സമയത്തേക്ക് അത് എണ്ണം 350 മുകളിൽ കടന്നു എന്നാണ് എന്റെ ഓർമ്മ. അപ്പൊ അത് പലതും ഡിസീസസ് വന്ന് മരിക്കുന്നുണ്ടാവും. ഈ പറഞ്ഞ റോക്കറ്റും ഷെല്ലും ഒക്കെ വീണ് മരിക്കുന്നുണ്ടാവും. ഈ റോഡ് സൈഡ് ബോംബ് പൊട്ടി മരിക്കുന്നുണ്ട്. അങ്ങനത്തെ റിസ്കുകൾ ഉണ്ട് ഇതിനകത്ത്. അപ്പൊ അത് ഇറ്റ്സ് ഗിവ് ആൻഡ് ടേക്ക്. നമ്മൾ കമ്പയർ ചെയ്തിട്ട് നമുക്ക് ലോജിക്കലായിട്ട് തോന്നുന്നത് തവക്കൽത്തു അലല്ലാ സ്വീകരിക്കുക. അപ്പോൾ ഒരുപാട് വർഷത്തെ അനുഭവങ്ങളുണ്ട് മാഷാല്ലാ, വർഷങ്ങളോളമായി ഈ ഒരു ഫീൽഡിൽ. അല്ല, ഇതിൽ യുദ്ധത്തിൻ്റെ ഏറ്റവും തീക്ഷ്ണമായ അനുഭവങ്ങൾ എവിടെ നിന്നാണ് ശരിക്കും ഉണ്ടായിട്ടുള്ളത്? ജനറലി നമ്മൾ അത്രത്തോളം വാറിനെ ഫേസ് ചെയ്യാൻ നിൽക്കൂല. UN ഓപ്പറേഷൻസ് അധികവും വാർ തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവർക്ക് ഇതിനുള്ള ഇൻഫർമേഷൻസ് കിട്ടും. അതിനനുസരിച്ച് സ്റ്റാഫിനെ ഡൗൺ സൈസ് ചെയ്യും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ, ഞാൻ കുവൈറ്റിലുള്ള സമയത്ത് ഞാൻ ഇറാഖ് കുവൈറ്റ് ബോർഡറിൽ വർക്ക് ചെയ്യുന്നു. ഫാമിലി കുവൈറ്റ് സിറ്റിയിലായിരുന്നു. അപ്പൊ അത് പിന്നെ വാർ അടുത്ത് വന്നപ്പോൾ സെക്കൻഡ് ഗൾഫ് വാറിന്റെ കാര്യം പറയുന്നത്. അപ്പോൾ ഫാമിലി എവാക്യുവേറ്റ് ചെയ്യാൻ പറഞ്ഞു. അങ്ങനെ ഫാമിലി നാട്ടിൽ വിട്ടു. അത് കഴിഞ്ഞ് ഞാൻ ഈ ടെലികോം ആയതുകൊണ്ട് എസെൻഷ്യൽ സ്റ്റാഫാണ്. അപ്പൊ നമ്മൾ കുറച്ച് പേര് മാത്രം മിഷൻ കണ്ടിന്യൂ ചെയ്യും. അത് തന്നെ കോൺഫ്ലിക്റ്റിംഗ് ബോർഡറൊന്നും ആയിരിക്കില്ല. നമ്മൾ കുറച്ചും കൂടി ഉള്ളിലായുള്ള, ഇപ്പൊ കുവൈറ്റ് സിറ്റിയിലായിരുന്നു അന്നേരം നമ്മൾ ഓഫീസൊക്കെ ഓപ്പറേറ്റ് ചെയ്തിരുന്നത്. അപ്പൊ റിലേറ്റീവ്ലി സേഫ് ആയിരിക്കും. അതാണ് അതിന്റെ ഒരു സൈഡ്. പക്ഷെ ചില സമയത്ത് ഇഷ്ടംപോലെ കാഷ്വാലിറ്റി വരലുണ്ട്. ഇപ്പൊ ഞാൻ ലെബനാനിൽ ചെന്ന സമയത്ത് 2007 ആ സമയത്ത് അവിടെ വാർ ഇങ്ങോട്ട് കഴിഞ്ഞിട്ടേ ഉള്ളൂ. അപ്പൊ UN ഒരു സ്റ്റാഫുകളെ ഫുൾ ഫാമിലിയും ബോംബിങ്ങിൽ മരിച്ചിട്ടുണ്ട്. ആ ഡെഡ് ബോഡി എടുക്കാൻ തന്നെ 2-3 ആഴ്ചയായിട്ട് കഴിഞ്ഞിട്ടാണ് കിട്ടുന്നത്. കാരണം വാർ ആയതുകൊണ്ട് ആർക്കും പോയി റിക്കവർ ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ നിങ്ങൾ ലെബനാനിലെ ന്യൂസുകളൊക്കെ കേട്ടപ്പോ ഉണർവ മറ്റേ ഇവിടുത്തെ ഗാസയിലെ മിഷനിലൊക്കെ 250 പേരെ ഒറ്റയടിക്ക് മരിച്ചിട്ടുണ്ട്, UN സ്റ്റാഫ്. ഇതൊക്കെ സംഭവിക്കണതാണ്. അപ്പൊ റിസ്ക് ഉണ്ട് ഇതിനകത്ത്. ഓക്കെ. അപ്പോൾ ഏതാണെങ്കിലും ഒരു യുദ്ധത്തിൻ്റെ പല സാഹചര്യങ്ങളും ആ സാഹചര്യങ്ങളിലൊക്കെ ജീവിച്ച് സ്വാഭാവികമായിട്ടൊരു പെരുന്നാൾ എന്ന് പറയുമ്പോൾ ഇതുപോലുള്ള ആൾക്കാരെ നമ്മൾ തീർച്ചയായിട്ടും, അതായത് യുദ്ധത്തിൻ്റെ സാഹചര്യങ്ങളിലൊക്കെ ജീവിക്കുന്ന കുറേ ആൾക്കാർ ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലും ഉണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും നാട്ടിൽ ഒരു സന്തോഷത്തോടു കൂടി സമാധാനത്തോടു കൂടി പെരുന്നാൾ പിന്നെ കൊണ്ടാടാൻ സാധിക്കുക എന്നുള്ളതൊരു വലിയ ഒരു തൗഫീക്ക് തന്നെയാണ്. അപ്പോൾ എന്താണ് പിന്നെ അസീംക്ക് പീസ് റേഡിയോ ശ്രോതാക്കൾക്കായി നൽകാനുള്ള ഒരു പെരുന്നാൾ മെസ്സേജ് എന്താണെന്നുള്ള ഒന്ന് ചുരുക്കി പറയാൻ പറ്റുമോ? ഫസ്റ്റ് ഓഫ് ഓൾ, നമ്മൾ എവിടെയാണെങ്കിലും റബ്ബ് പറഞ്ഞ രീതിയിൽ മാക്സിമം പിടിച്ചു നിൽക്കാൻ നോക്കുക. കാരണം ഇന്നത്തെ കാലത്ത് ഡിസ്ട്രാക്ഷൻസ് ഒരുപാട് കൂടുതലാണ്. ഇബാദത്ത് ചെയ്യാതിരിക്കാനുള്ള സാഹചര്യമാണ് നമ്മളെ മുന്നിലുള്ള കൂടുതൽ. അപ്പൊ അത് ഒഴിവാക്കി കഴിയുന്നത്ര നമ്മൾ ഖുർആനും സുന്നത്തും അനുസരിച്ച് അള്ളാഹ് പറഞ്ഞതുപോലെ, അള്ളാന്റെ റസൂല് പറഞ്ഞ പോലെ ഇബാദത്തിൽ മുറുകെ പിടിക്കാൻ നോക്കുക. അത് നമ്മൾ ഏത് ജോലിയാണെങ്കിലും ഏത് കൺട്രിയിലാണെങ്കിലും നമ്മൾ അതിന് പരിശ്രമിച്ചാൽ നമുക്ക് അതിനൊരു വഴി ഉണ്ടാവും. അപ്പൊ ഞാൻ ഈ നിൽക്കുന്ന സീറ്റിൽ ആ ഒറ്റ പള്ളിയേ ഉള്ളൂ. ഇവിടുന്ന് ഒരു 5 മിനിറ്റ് ഡ്രൈവ് ചെയ്യണം. ഒരു ഏകദേശം 3 കിലോമീറ്റർ ദൂരത്താണ്. പെട്ടെന്ന് നടന്നു പോയി വരാൻ പറ്റുന്ന അത് കാര്യമൊന്നുമില്ല. വേണമെങ്കിൽ നമുക്ക് തന്നെ അടിച്ചു കഴിക്കാം. അതായത് പോകാൻ പറ്റൂലല്ലോ, ദൂരമല്ല എന്നൊക്കെ പറഞ്ഞിട്ട്. അതല്ല, നമ്മൾ വണ്ടി എടുത്ത് പോവുക, അല്ലെങ്കിൽ കുറച്ച് അതിനോട് സമയം നമ്മൾ മെനക്കെട്ട് ഇറങ്ങിയാൽ കാര്യം നടക്കും എന്ന് പറയുന്നത്. ഓരോ ഭേദത്തും അത്രയാണ്. ഈ പെരുന്നാളിന്റെ കാര്യമാണെങ്കിലും പെരുന്നാൾ നിസ്കാരമാണെങ്കിലും നമ്മൾ അതിന് ഇനിഷ്യേറ്റീവ് എടുത്ത് നമ്മൾ അല്ലാതെ തവക്കലാക്കി നമ്മൾ പരിശ്രമിച്ചുകൊണ്ടിരുന്ന പടച്ചോ നമുക്ക് അതിനുള്ള മാർഗങ്ങൾ ഓപ്പൺ ചെയ്തു തരും എവിടെയാണെങ്കിലും എന്നാണ് ഞാൻ മനസ്സിലാക്കിയിരുന്നത്. മാഷാല്ലാ. അപ്പോൾ സ്പെയിനിലെ വലൻസിയ സിറ്റിയിലുള്ള അസീംക്കായിരുന്നു നമ്മുടെ കൂടെ ഉണ്ടായിരുന്നത്. അവിടുത്തെ പെരുന്നാൾ വിശേഷങ്ങളും അവിടുത്തെ ജീവിതാനുഭവങ്ങളും അദ്ദേഹത്തിൻ്റെ ജോലി വിഷയമായിട്ട് ഒരുപാട് ഏരിയകളിലൂടെ നമ്മൾ പോയി. അപ്പോൾ പീസ് റേഡിയോ ശ്രോതാക്കൾക്ക് സ്വന്തം നാട്ടിലെ പെരുന്നാൾ എന്നും ആഘോഷമാണെങ്കിലും ഒരു പുതുമ മറ്റുള്ള നാടുകളിലെ വിവരങ്ങളും കൂടി അറിയുമ്പോൾ അതിലുള്ള ഒരു പുതിയ അറിവുകൾ, കാര്യങ്ങൾ, അനുഭവങ്ങൾ കിട്ടുന്നു എന്നുള്ളതാണ്. മാഷാല്ലാ, വളരെ സുന്ദരമായി നല്ല രൂപത്തിൽ അസീംക്ക പങ്കുവച്ചിട്ടുണ്ട്. ഇതിൽ അസീംക്ക അവസാനമായിട്ട് ഒറ്റ കാര്യം, നമ്മുടെ ഒരു പീസ് റേഡിയോ ഇത്തരത്തിൽ ലോകത്തിൻ്റെ വ്യത്യസ്ത ഭാഗങ്ങളിലുള്ള ആൾക്കാർക്കൊക്കെ ഒരു കൂട്ടുകാരനാണ് പീസ് റേഡിയോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പോൾ ജീവിതത്തിൽ എത്രമാത്രം പീസ് റേഡിയോ അസീംക്ക് ഉപകാരപ്പെട്ടിട്ടുണ്ട് എന്നുള്ള ഒന്ന് പങ്കുവെക്കാൻ കഴിയുമോ? പീസ് റേഡിയോ എന്ന് പറഞ്ഞാൽ നല്ലൊരു ഇനീഷ്യേറ്റീവ് ആണ്. വർഷങ്ങളായിട്ട് ഇപ്പോ നാട്ടിലുള്ളവർക്കും വളരെ റിമോട്ടായിട്ട് ജോലി ചെയ്യുന്നവർക്കും ഒക്കെ തന്നെയും ദീനീ വിവരം പഠിക്കാനും മനസ്സിലാക്കാനും നമ്മളെ ഒഴിവ് സമയം നമുക്ക് ഒരു വളരെ എഫിഷ്യന്റ് ആയിട്ട് ദീനീ മാർഗത്തിൽ കൊണ്ടു നടക്കാൻ പറ്റിയ വളരെ നല്ലൊരു ടൂളാണ് ഈ പറയുന്ന പീസ് റേഡിയോ.
അതെല്ലാവരും നല്ലവണ്ണം ഉപയോഗപ്പെടുത്തണം എന്നാണ് എൻ്റെ അഭിപ്രായം. ഇൻഷാല്ല നമ്മളെ അസീം കെയുമായിട്ടുള്ള ഈ ഒരു ഈദ് എവരിവർ ഈ ഒരു എപ്പിസോഡ് ഇൻഷാല്ല നമുക്ക് വൈൻഡപ്പ് ചെയ്യാൻ തോന്നുന്നു. ഈ ഒരു എപ്പിസോഡിൽ പങ്കെടുത്ത് നമ്മോട് പെരുന്നാൾ വിശേഷങ്ങളും അതുപോലെ തന്നെ അവിടുത്തെ പൊതുവിലുള്ള വിശേഷങ്ങളും തൻ്റെ ജോലിയുടെ വിശേഷങ്ങളും എല്ലാം പങ്കുവെച്ച അസീം കക്ക് UN പീസ് കീപ്പിംഗ് മിഷനിൽ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്ന ഇപ്പോൾ സ്പെയിനിലെ വലൻഷിയയിലുള്ള അസീം കക്ക് പീസ് റേഡിയോയുടെ പ്രത്യേകം നന്ദി അറിയിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.